ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഷാസ് വ്ലോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്കിന്ന് 5 ഡെലിവറിയാണുള്ളത്. ലോക്കൽ ഡെലിവറിയാണ്. അതുകൊണ്ട് തന്നെ ലോഡ് കയറ്റുന്നതൊന്നും വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. എല്ലാ വീഡിയോയിലും ലോഡ് കയറ്റുന്നത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബോറടിക്കും. അതുകൊണ്ട് അതൊന്നും ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. അപ്പോൾ എല്ലാ ലോഡും കയറ്റിക്കഴിഞ്ഞ് പോവാൻ റെഡി ആയിട്ട് നിൽക്കുകയാണ് നമ്മൾ. എനിക്ക് ജോലിക്ക് വരാനും തിരികെ പോകാനും വേണ്ടി എടുത്തതാണ് ഇവൻ്റെ ഫസ്റ്റ് സർവീസ് കഴിഞ്ഞിട്ടില്ല. അത് കഴിഞ്ഞിട്ട് ഒരു റിവ്യൂ ഇടാമെന്ന് വിചാരിക്കുന്നുണ്ട്. ഇതുവരെ സർവീസൊന്നും ആയിട്ടില്ല. 250 കിലോമീറ്റർ ആകെ ഓടിയുള്ളൂ. അപ്പോൾ സർവീസ് എല്ലാം കഴിഞ്ഞ് വിശദമായിട്ടൊരു വീഡിയോ നമ്മുടെ പേജിൽ തന്നെ ഉടനെ ഇടുന്നതാണ്. ഇനി അടുത്ത് നമ്മൾ ഡെലിവറി പോകുന്നത് നമ്മൾ കഴിഞ്ഞ ആഴ്ച പോയ സെയിം സ്ഥലത്തേക്കാണ് നമ്മുടെ ഇന്നത്തെ 1ാമത്തെ ഡെലിവറി. ഈ ഫ്ലൈറ്റിൽ നമുക്ക് എല്ലാ ലോഡ് വരുമ്പോഴും മിക്ക ലോഡിലും മാസത്തിൽ 4 ലോഡാണ് ബാംഗ്ലൂരിൽ നിന്നും എറണാകുളത്തേക്ക് വരുന്നത്. ആ 4 ലോഡിലും മിക്ക ഇതിലും ഇങ്ങോട്ട് ഡെലിവറി ഉണ്ടാവാറുണ്ട് ഈ ഫ്ലൈറ്റിലോട്ട്. അതുപോലെ തന്നെ കഴിഞ്ഞ വീഡിയോയിലും ഈ സെയിം ഫ്ലൈറ്റിലെ സെയിം കസ്റ്റമറുടെ വീട്ടിലോട്ടുള്ള ഡെലിവറി നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങോട്ട് തന്നെയാണ് ഇന്നും ഞങ്ങളുടെ ഫസ്റ്റ് ഡെലിവറി. ഇന്നും അവിടെ കസ്റ്റമർ ഇല്ല. തൊട്ടപ്പുറത്തെ അവരുടെ നെയ്ബേഴ്സിൻ്റെ അടുത്ത് നിന്ന് ചാവി വാങ്ങിച്ച് അത് ഓപ്പൺ ചെയ്ത് സാധനങ്ങളെല്ലാം അകത്തോട്ട് വെക്കുന്ന ഡ്യൂട്ടിയാണ് ഞങ്ങളുടെ ഫസ്റ്റ് ഡെലിവറി. ഇവിടെ അസംബ്ലി ഒന്നുമില്ല. അവരുടെ വീടിൻ്റെ വർക്ക് കംപ്ലീറ്റ് ഫിനിഷ് ആയിട്ടില്ല. അതുകൊണ്ട് അസംബ്ലി ചെയ്യേണ്ടതെന്ന് കസ്റ്റമർ പറഞ്ഞിട്ടുണ്ട്. അതുപ്രകാരം ഞങ്ങൾ ഡെലിവറി മാത്രമേ ചെയ്യുന്നുള്ളൂ. ഈ പ്രൊഡക്റ്റിൻ്റെയും ബാക്കി വരുന്ന 4 പ്രൊഡക്റ്റിൻ്റെയും ഫോട്ടോ ഡെലിവറിയുടെ സമയത്തും അത് കഴിഞ്ഞ് ലാസ്റ്റ് ഞാനൊരു വീഡിയോ ആയിട്ടും ഈ വീഡിയോയിൽ ലാസ്റ്റ് ചേർക്കുന്നതാണ്. എല്ലാവർക്കും അത് നോക്കി അത് ഇഷ്ടപ്പെടുന്ന പ്രൊഡക്റ്റ് ഏതാണോ താഴെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ചെയ്ത പോലെ തന്നെ താഴെ അതിൻ്റെ ലിങ്ക് എല്ലാം കൊടുക്കാം. പ്രൊഡക്റ്റിൻ്റെ പേരും അതിൻ്റെ വിലയും സൈറ്റിൻ്റെ ലിങ്കും കൊടുക്കാം. ആവശ്യമുള്ളവർക്ക് അതിൽ കയറി ഓർഡർ ചെയ്യാവുന്നതാണ്. അങ്ങനെ ഞങ്ങൾ താഴെ പാർക്കിംഗ് ഏരിയയിലെത്തി. ഇനി ഞങ്ങൾ പ്രൊഡക്റ്റ് എല്ലാം മുകളിൽ കൊണ്ടുവെക്കണം. എല്ലാം മുകളിൽ കൊണ്ടുവച്ച് അവിടെ അപ്പുറത്തെ അവരുടെ നെയ്ബേഴ്സിൻ്റെ അടുത്ത് പോയി ചായ വാങ്ങിച്ച് അത് തുറന്നിട്ട് വേണം സാധനങ്ങളെല്ലാം അകത്തോട്ട് കയറ്റി വെക്കാൻ. MDF പ്രൊഡക്റ്റിൻ്റെ ഡെലിവറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാണുമ്പോൾ അത് നിസ്സാരമായി തോന്നുമെങ്കിലും കുറച്ച് ബുദ്ധിമുട്ടുള്ളതാണ്. MDF പ്രൊഡക്റ്റുകളുടെ പാക്കിംഗ് മിക്കതും നല്ല കനമുള്ളതായിരിക്കും. അത് പിടിക്കാനൊരു സ്ഥലം ഒന്നും അതിനുണ്ടാവത്തില്ല. മറ്റുള്ളതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാർട്ടൺ ടൈപ്പ് ആയിരിക്കുമ്പോൾ ബോക്സ് ടൈപ്പ് ആയിരിക്കുമ്പോൾ നമുക്ക് പിടിക്കാനും ചെരിക്കാനൊക്കെ എളുപ്പമാണ്. ഇത് പ്ലാസ്റ്റിക്കിൻ്റെ അകത്ത് പ്ലാസ്റ്റിക്, പുറത്ത് പ്ലാസ്റ്റിക്, ഇതിൻ്റെ സെൻറ്ററിൽ കാർട്ടൺ, ഇതൊക്കെ പാടെ ഫുൾ മിക്സിങ് ആയതുകൊണ്ട് നമുക്ക് പിടിക്കുമ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് സ്ലിപ്പായി പോകും. അതിനുള്ള വെയിറ്റും ഉണ്ടാവും. അതുകൊണ്ട് MDFൻ്റെ പാക്കിംഗ് ഡെലിവറി ചെയ്യുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടാണ്. എന്നാലും അത് ഞങ്ങളെ ഒന്നും ബാധിക്കുന്ന വിഷയമേ അല്ല എന്ന രീതിയിലാണ് നമ്മുടെ 2 ഭായിമാരും ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത്. പ്രൊഡക്റ്റുകൾ ഓരോന്നായി ലിഫ്റ്റിൽ നിന്നെടുത്ത് കസ്റ്റമറുടെ വാതിൽക്ക് കൊണ്ടുവെക്കുകയാണ്. അതെല്ലാം കഴിഞ്ഞ് ഒരു ഭായിനെ അവിടെ നിർത്തി ഞങ്ങൾ 2 പേരും കൂടെ ചായ വാങ്ങിക്കാൻ വേണ്ടി അപ്പുറത്തെ ഫ്ലാറ്റിലോട്ട് പോവുകയാണ്. അവിടെ പോയി ചായ വാങ്ങിച്ച് വന്ന് ഇത് തുറന്ന് അകത്തോട്ട് കയറ്റി വെക്കുന്ന ഡ്യൂട്ടിയാണ് അടുത്തത് ചെയ്യുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ MDF പ്രോഡക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെത്ര പിടിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാലും നമുക്കത് പിടിതരത്തില്ല. അതുകൊണ്ട് തന്നെ ചില പ്രൊഡക്റ്റുകളൊന്നും ഞങ്ങൾ ഇതുപോലെ വലിച്ചു കൊണ്ടുപോകേണ്ട അവസ്ഥ വരെ വരാറുണ്ട്. കാരണം നമുക്ക് പിടിക്കാൻ എവിടെ സ്പേസ് ഉണ്ടാവാറില്ല. അത് പിടിച്ചു കഴിഞ്ഞാൽ കയ്യിൽ നിന്ന് സ്ലിപ്പായി പോവുകയും ചെയ്യും. അതുകൊണ്ട് ഇതേ നിവൃത്തിയുള്ളൂ. ഡെലിവറി ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രൊഡക്റ്റിൻ്റെ ഫോട്ടോയാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ഇത് കൂടാതെ വീഡിയോയുടെ ലാസ്റ്റ് ഞാൻ 5 ഡെലിവറിയുടെയും ഫോട്ടോ ഞാൻ ആഡ് ചെയ്യുന്നതാണ്. എല്ലാവർക്കും അത് കണ്ടു നോക്കാം. ഇഷ്ടപ്പെടുന്നത് ഓർഡർ ചെയ്യാവുന്നതുമാണ്. ഫിലിം ആക്ടർ നവ്യ നായരുടെ വീടിൻ്റെ മുമ്പിലുള്ള ജംഗ്ഷനിലൂടെയാണ് ഇപ്പോൾ നമ്മുടെ അടുത്ത 2ാമത്തെ ഡെലിവറി ലക്ഷ്യം വെച്ച് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ നവ്യ നായരുടെ വീട്ടിലേക്ക് നമുക്കൊരു 2 മാസം മുന്നേ ഡെലിവറി ഉണ്ടായിരുന്നു. അവരുടെ വീടിൻ്റെ ടോപ്പിലായിട്ട് ഡാൻസ് പഠിപ്പിക്കുന്നുണ്ട്. അങ്ങോട്ട് ചെയറും സോഫയൊക്കെ ആയിട്ട് ഡെലിവറി ഉണ്ടായിരുന്നു. അന്നൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഇപ്പോൾ അതും കഴിഞ്ഞ് നമ്മുടെ 2ാമത്തെ ഡെലിവറി സ്പോട്ടിലോട്ട് ഇപ്പോൾ എത്തിയിട്ടുണ്ട്. ഇവിടെ സെക്യൂരിറ്റിയുടെ പെർമിഷൻ ഇതൊക്കെ വാങ്ങിച്ചതിന് ശേഷം നമുക്ക് അണ്ടർഗ്രൗണ്ടിലോട്ട് പോകണം. വണ്ടി പാർക്കിംഗ് അവിടെയാണെന്ന് സെക്യൂരിറ്റി നമ്മോട് പറഞ്ഞത്. അപ്പോൾ അണ്ടർഗ്രൗണ്ടിൽ പോയി പ്രോഡക്റ്റ് കസ്റ്റമർക്ക് എത്തിച്ചു കൊടുക്കാം. ഇവിടെ അണ്ടർഗ്രൗണ്ട് കുറച്ച് ഹൈറ്റ് വളരെ കുറവായിരുന്നു. നമ്മുടെ വണ്ടിയുടെ പിറകിൽ ചെറിയൊരു സാധനം ചെറിയൊരു ഹൈറ്റിൽ നിൽക്കുന്നത് കൊണ്ട് തന്നെ ഇങ്ങോട്ട് അകത്തോട്ട് കയറാൻ കുറച്ച് ബുദ്ധിമുട്ടായി. അവസാനം ഭായിനെ മുന്നിൽ പറഞ്ഞയച്ച് അവൻ നോക്കിയിട്ടാണ് ഞങ്ങൾ പതിയെ അകത്തോട്ട് കയറ്റിയത്. സർവീസ് ലിഫ്റ്റ് വേസ്റ്റ് എടുക്കുന്ന സമയം അതുകൊണ്ട് കുറച്ച് സമയം ഞങ്ങൾക്ക് അവിടെ വെയിറ്റ് ചെയ്യേണ്ടി വന്നു ലിഫ്റ്റ് ഫ്രീ ആയി കിട്ടാൻ വേണ്ടി. ഇവിടെ ഞങ്ങൾക്ക് ചെയ്യാനുള്ളത് ഒരു മിററാണ്.
അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് പ്രത്യേകിച്ച് പണിയൊന്നും അവിടെ അല്ല. ഞങ്ങൾക്ക് ഡെലിവറി ചെയ്യുക, മൂന്നാമത്തെ ഡെലിവറിയിലോട്ട് പോവുക. ഇത് കാർപ്പൻ്റർ വന്ന് ഫിറ്റ് ചെയ്ത് കൊടുക്കും. അത് കഴിഞ്ഞ് ലിഫ്റ്റ് വെയിറ്റ് ചെയ്യുമ്പോഴാണ് ഇങ്ങനൊരു കാഴ്ച പിറകുവശത്ത് കണ്ടത്. അപ്പോൾ നിങ്ങളിലൂടെ എത്തിക്കാമെന്ന് വിചാരിച്ചാണ് ഞാൻ ഈ വീഡിയോ എടുത്തത്. കാക്കനാട് ഡെലിവറിയും ഇടപ്പള്ളി ഡെലിവറിയും കഴിഞ്ഞ് ഇനി ഞങ്ങൾ പോകുന്നത് കടവന്തറയിലോട്ടാണ്. അടുത്ത ഞങ്ങളുടെ മൂന്നാമത്തെ ഡെലിവറി സ്പോട്ട് കടവന്തറയാണ്. അപ്പോൾ ഞങ്ങൾ ലുലു മാളിൻ്റെ ഫ്രണ്ടിലിട്ട് യൂട്ടനടിച്ച് ഞങ്ങളിനി അങ്ങോട്ട് പോവുകയാണ്. അതുകൂടാതെ നമ്മൾ ഈ പോകുന്ന റൂട്ടിലാണ്, നമ്മുടെ ഇടതുവശത്തായിട്ടാണ് നമ്മുടെ ദിലീപേട്ടൻ്റെ ദേ പുട്ട് എന്ന ഷോപ്പുള്ളത്. അവിടെ ഒന്നും ഇതുവരെ കയറിയിട്ടില്ല. കയറണം എന്ന് ആഗ്രഹമൊക്കെ ഉണ്ട്, ഇതുവരെ കയറാൻ പറ്റിയിട്ടൊന്നുമില്ല. നിങ്ങൾക്കിപ്പോൾ ഈ വീഡിയോയിൽ കാണുന്നതാണ് ദിലീപേട്ടൻ്റെ ദേ പുട്ട് എന്ന ഷോപ്പ്. ഇതും കഴിഞ്ഞ് മുന്നോട്ട് പോകുമ്പോഴാണ് നമ്മുടെ സ്റ്റോർ സ്ഥിതി ചെയ്യുന്ന സ്ഥലമുള്ളത്. എടപ്പള്ളിയിൽ നിന്നും അല്പം മുമ്പോട്ട് വരുമ്പോൾ നിങ്ങൾക്കിപ്പോൾ വീഡിയോയിൽ കാണുന്ന വുഡൻ സ്ട്രീറ്റ് എന്ന് പറയുന്നതാണ് നമ്മുടെ സ്റ്റോർ. അവിടെ നേരിട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കെല്ലാം അവിടെ ഡയറക്റ്റായി വന്ന് കണ്ട് തന്നെ അവിടെ നിന്ന് തന്നെ ഓർഡർ ചെയ്യാവുന്നതാണ്. സ്റ്റോറിൻ്റെ അഡ്രസ്സ് ഞാൻ താഴെ കൊടുക്കാം. നമ്മളിന്ന് ആദ്യം ഫസ്റ്റ് ചെയ്ത ഡെലിവറിയിൽ സെയിം പ്രോഡക്റ്റ് തന്നെയാണ് മൂന്നാമത്തെ കസ്റ്റമർക്കും വേണ്ടത്. ആ കസ്റ്റമർ ഇതിന് മുന്നേ ഒരു അലമാര ഓർഡർ ഉണ്ടായിരുന്നു, അത് വിത്ത് മിററാണ്. ഇപ്പം ഞങ്ങൾ ചെയ്യുന്നത് ഫസ്റ്റ് നിങ്ങൾ വീഡിയോയിൽ കണ്ട ഫോട്ടോയിൽ കണ്ട സെയിം പ്രോഡക്റ്റ് തന്നെയാണ് മൂന്നാമത്തെ കസ്റ്റമർക്ക് ചെയ്യാൻ പോകുന്നത്. അത് വിത്തൗട്ട് മിററാണ്. വിത്ത് മിററും ഉണ്ട്, വിത്തൗട്ട് മിററും ഉണ്ട്. നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും ആ സൈറ്റിൽ കയറി ഓർഡർ ചെയ്യാവുന്നതാണ്. താഴെ ഞാൻ ലിങ്ക് കൊടുക്കാം, അതിൽ കയറി നിങ്ങൾക്ക് ഓർഡർ ചെയ്യാം. ഞാൻ താഴെ കൊടുത്തിരിക്കുന്ന പ്രൊഡക്റ്റുകളുടെ വിലയിൽ മാറ്റം വരാൻ സാധ്യതയുണ്ട്. കാരണം ഇന്നുള്ള ഓഫർ ആയിരിക്കില്ല നാളെ, അതിൽ ചിലപ്പം വില ഒരുപാട് കുറയാനും സാധ്യതയുണ്ട്. ചിലപ്പോൾ ഈ സെയിം റേറ്റിൽ തന്നെ നിങ്ങൾക്ക് കിട്ടാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് ഈ വിലയായിരിക്കണമെന്നില്ല എപ്പോഴും. പല സമയങ്ങളിലും ഓഫർ ഇടുമ്പോൾ അതിനനുസരിച്ചിട്ട് വിലയിലും കുറവ് വരുന്നതാണ്. ഇവിടെയും കസ്റ്റമർ ഇല്ലായിരുന്നു, അതുകൊണ്ട് തന്നെ സെക്യൂരിറ്റിയാണ് ചായ കൊണ്ട് വന്നത്. സെക്യൂരിറ്റി ഞങ്ങളുടെ കൂടെ വന്ന് വീട് വാതിൽ തുറന്ന് തന്ന് ഞങ്ങൾ പ്രൊഡക്റ്റ് എല്ലാം അകത്തോട്ട് വെച്ച് അതിന് ശേഷമാണ് സെക്യൂരിറ്റി തിരികെ പോയത്. ഈ കസ്റ്റമർക്ക് ഞങ്ങൾ മുന്നേ ഡെലിവറി ചെയ്തിട്ടുള്ളത് വിത്ത് മിററായ അലമാരയാണ്. ഇപ്പം ഞങ്ങൾ ഡെലിവറി ചെയ്തുകൊണ്ടിരിക്കുന്നത് വിത്തൗട്ട് മിറർ അലമാരയാണ്. ഈ ഫോട്ടോയിൽ കാണുന്നതാണ് ഇപ്പോൾ ഡെലിവറി ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രൊഡക്റ്റ്. ഇതിൻ്റെ കഴിഞ്ഞ ആഴ്ച ഞങ്ങൾ ഡെലിവറി ചെയ്ത പ്രൊഡക്റ്റ് ഓൾറെഡി ഇവിടെ അസംബിൾ ചെയ്തിട്ടുണ്ട്. അത് വിത്ത് മിററാണ്. ഇപ്പം ഞങ്ങൾ ഡെലിവറി ചെയ്തത് വിത്തൗട്ട് മിറർ. അങ്ങനെ നമ്മുടെ കടവന്തറയിലെ മൂന്നാമത്തെ സ്പോട്ടും കഴിഞ്ഞ് കടവന്തറയിൽ തന്നെ നാലാമത്തെ ഡെലിവറി സ്പോട്ടിലോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതും നമ്മുടെ പഴയ കസ്റ്റമർ തന്നെയാണ്. ഈ കസ്റ്റമറുടെ വീട് പെയിൻറ്റിങ് നടക്കുന്ന സമയം തൊട്ടേ ഞങ്ങളിവിടെ ഡെലിവറി തുടങ്ങിയതാണ്. ഇപ്പോഴും അത് തുടർന്നുകൊണ്ടേയിരിക്കുന്നു. ഇപ്പോൾ അവിടെ ഹൗസ് വാമിങ്ങൊക്കെ കഴിഞ്ഞ് അവിടെ കസ്റ്റമർ എല്ലാം ഉണ്ട്. മുമ്പൊക്കെ ഞങ്ങൾ വരുമ്പോൾ അവിടെ പെയിൻറ്റിങ്ങുകാരോ അല്ലെങ്കിൽ കാർപ്പൻ്റർമാരോ അങ്ങനെ ആരെങ്കിലുമൊക്കെ ഉണ്ടാവാറുണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ പിന്നെ 2 പ്രാവശ്യം ഞങ്ങൾ വന്നപ്പോഴെല്ലാം അവിടെ കസ്റ്റമർ ഉണ്ട്. അതുകൊണ്ട് കുഴപ്പമില്ല, അവർക്ക് എവിടെയാണ് വേണ്ടത് അവിടെ കറക്റ്റ് ഞങ്ങൾക്ക് അസംബിൾ ചെയ്ത് കൊടുക്കാൻ പറ്റും. ഇന്ന് ഇവിടെ ചെറിയ പ്രൊഡക്റ്റാണ്, ഒരു ടേബിളാണ്. ആ ടേബിൾ മാത്രമേ ഉള്ളൂ ഇന്ന്. കഴിഞ്ഞ ആഴ്ച ഒരു ബാർ ക്യാബിനറ്റ് ഉണ്ടായിരുന്നു. അതിൻ്റെ മുന്നേ അങ്ങനെ പല പ്രാവശ്യമായിട്ട് പല സാധനങ്ങൾ കസ്റ്റമർ ഓർഡർ ചെയ്തിട്ടുണ്ട്. ഇന്ന് ടേബിൾ മാത്രമേ അവിടെ ഡെലിവറി ഉള്ളൂ. അത് അസംബിൾ ചെയ്യാനുള്ള ഓൾറെഡി അസംബിൾഡ് ആയിട്ട് വന്ന പ്രൊഡക്റ്റാണ്. അത് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്യുന്നതാണ് ഇപ്പോൾ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഓപ്പൺ ചെയ്ത് അവർക്ക് എവിടെയാണ് വെക്കേണ്ടത് വെച്ചാൽ അവിടെ വെച്ച് കൊടുക്കുക, അത്രമാത്രം. വേറെ ഒന്നും അതിൽ ചെയ്യാനൊന്നുമില്ല, അത് ഓൾറെഡി അസംബിൾഡ് ആയിട്ട് വന്ന പ്രൊഡക്റ്റാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് അതിൽ കൂടുതൽ വർക്കൊന്നും ചെയ്യാനില്ല. വന്ന രീതിയിൽ അത് ഓപ്പൺ ചെയ്ത് വെച്ച് കൊടുക്കുക, അത്രേ ഉള്ളൂ. ടേബിൾ അവർക്ക് മുകളിലാണ് വെക്കേണ്ടതെന്ന് പറഞ്ഞ് അതുകൊണ്ട് ഞങ്ങളിത് മുകളിലോട്ട് കൊണ്ടുവച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ കഴിഞ്ഞ ഒരു 3 ദിവസം മുന്നേ ഞങ്ങൾ ഇങ്ങോട്ടൊരു ബാർ ക്യാബിനറ്റ് ഡെലിവറി ഉണ്ടായിരുന്നു. അന്നും സെയിം അവർക്കിത് മുകളിലാണ് വെക്കേണ്ടതെന്ന് പറഞ്ഞ് ഞങ്ങൾ ഒരുപാട് ബുദ്ധിമുട്ടി അത് മുകളിലോട്ട് എത്തിക്കാൻ. സ്റ്റെയർ കേസ് ചെറുതായതുകൊണ്ടും ബാർ ക്യാബിനറ്റ് വലുതായതുകൊണ്ടും അത് നല്ല വെയിറ്റുള്ള ഐറ്റമായിരുന്നു. ഞങ്ങൾ 3 പേര് പിടിച്ചിട്ടും അത് കയറ്റാൻ പറ്റാതെ ഒരുപാട് ബുദ്ധിമുട്ടി. എങ്കിലും പതിയെ ഡാമേജ് ഒന്നും വരാതെ പതിയെ മേലെ ഞങ്ങൾ എത്തിച്ചു. ഇന്നത്തെ പിന്നെ ടേബിൾ മാത്രം ആയതുകൊണ്ട് അത്ര വെയിറ്റ് ഒന്നുമില്ല. അത് പിന്നെ 2 പേർക്ക് പിടിക്കാവുന്നതായതുകൊണ്ടും സിമ്പിളായതുകൊണ്ടും ഞങ്ങൾ മേലെ പെട്ടെന്ന് വെച്ച് കൊടുത്ത് ഇന്നത്തെ നമ്മുടെ ലാസ്റ്റ് ഡെലിവറി സ്ഥലത്തോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആൾക്കൂട്ടം നിങ്ങൾ കാണുന്നുണ്ടോ? ആ സൈഡിൽ വലതുവശത്തെ ആൾക്കൂട്ടം അത് വേറെ ഒന്നുമല്ല, ന്യൂ ഇയറിൻ്റെ പരിപാടി നടക്കുകയാണ്. നല്ല വെള്ളടിയായിരുന്നു ഞങ്ങൾ ചെല്ലുമ്പോൾ. ഞങ്ങളെ കണ്ടപ്പോൾ അവർ ഗ്ലാസും കുപ്പിയെല്ലാം സൈഡിലോട്ട് മാറ്റി വെച്ച്. ഞങ്ങൾ പിന്നെ അതൊന്നും ശ്രദ്ധിക്കാൻ പോയില്ല, അവരായി അവരുടെ പാടായി.
ഞങ്ങൾക്ക് ഞങ്ങളുടെ ഡെലിവറി അതാണ് ഞങ്ങളുടെ മുഖ്യം. അത് കഴിഞ്ഞാലേ ഞങ്ങൾ ഫ്രീ ആകത്തുള്ളൂ. അങ്ങനെ ഞങ്ങളിത് കസ്റ്റമറെ വിളിച്ച് കസ്റ്റമർ വന്നോളാൻ പറഞ്ഞ് ആ കാണുന്ന വീട്ടിലോട്ടാണ് ഞങ്ങൾക്ക് ഡെലിവറി ഉള്ളത്. പ്രൊഡക്റ്റ് അവിടെ എത്തിച്ചു കൊടുത്തപ്പോൾ കസ്റ്റമർ പറഞ്ഞ് അത് ഓപ്പൺ ചെയ്ത് വെച്ചോളൂ. അപ്പോൾ ഞങ്ങൾ പറഞ്ഞ് ഞങ്ങൾക്കത് ഫിറ്റ് ചെയ്യാൻ ഞങ്ങളുടെ കൂടെ കാർപ്പൻ്റർ ഇല്ല, അത് വാളിൽ ഫിറ്റ് ചെയ്യേണ്ടതാണെന്ന് പറഞ്ഞപ്പോൾ കുഴപ്പമില്ല, ഓപ്പൺ ചെയ്ത് വെച്ച് വേസ്റ്റ് കൊണ്ടുപോകാൻ പറ്റുമെങ്കിൽ അവർക്ക് ഭയങ്കര ഉപകാരമായിരുന്നു എന്ന് പറഞ്ഞ്. ഞങ്ങൾ ഓൾറെഡി ഏതോ പ്രൊഡക്റ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാലും വേസ്റ്റ് എല്ലാം ഞങ്ങൾ തിരിച്ചു കൊണ്ടുപോകാറാണ്. ഞങ്ങളുടെ പ്ലാസ്റ്റിക്കും ബബിൾ ടൈപ്പ് എല്ലാം ഞങ്ങൾ തിരിച്ചെടുക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ കസ്റ്റമർ പറഞ്ഞ പ്രകാരം ഞങ്ങളത് ഓപ്പൺ ചെയ്ത് കൊടുത്ത് അവർക്ക് എവിടെ വെക്കണോ അവിടെ വെച്ച് കൊടുത്ത് ഞങ്ങളുടെ വേസ്റ്റ് എല്ലാം ഞങ്ങൾ തിരിച്ച് വണ്ടിയിലിട്ട് കൊണ്ടുപോയി. നമ്മുടെ ഡെലിവറി മിക്കതും എറണാകുളത്തെ ഫ്ലാറ്റുകളിലും അവിടെയൊക്കെ ആയതുകൊണ്ട് തന്നെ അവർക്ക് വേസ്റ്റ് കളയാൻ ബുദ്ധിമുട്ടായതുകൊണ്ടും നമ്മുടെ കമ്പനിയിലെ ഒരു പ്രൊഡക്റ്റിൻ്റെയും വേസ്റ്റ് അവരുടെ വീട്ടിൽ വെച്ച് പോരാറില്ല. ഞങ്ങളെല്ലാം തിരിച്ച് വണ്ടിയിലോട്ട് കൊണ്ടുവരും, ഗോഡൗണിലോട്ട് കൊണ്ടുവരാറാണ്. ഒന്നും ആരുടെയും വീട്ടിൽ ഇട്ട് പോരാറില്ല. അങ്ങനെ നമ്മുടെ ഇന്നത്തെ 5 ഡെലിവറിയും കഴിഞ്ഞ് തിരിച്ച് ഗോഡൗണിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി നമുക്ക് അടുത്ത ഡെലിവറി കോട്ടയത്തേക്കാണ്. അത് ഔട്ട് ഓഫ് സ്റ്റേഷനാണ്. അത് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. പോകുന്ന വഴിക്ക് മെട്രോ പോകുന്നതിൻ്റെ ഭംഗിയും ആസ്വദിച്ച് വൈറ്റില പാലത്തിലൂടെ നമ്മുടെ വെയർ ഹൗസിലോട്ട്. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി താങ്ക് യു.